ഇന്നലെ കാബയുടെ കിസ്വ അതിൻ്റെ ഖില്ലയുടെ മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ മൊബൈലുള്ള ആളുകൾ യൂട്യൂബിലൊന്ന് അടിച്ചു വെച്ചാൽ അത് ലൈവായി തന്നെ ഇപ്പോൾ ഇന്നലെ നടന്നിട്ടുണ്ട്. ഇന്നലത്തെ ലൈവ് മക്ക ലൈവ് എന്ന് അടിച്ചു കൊടുത്താൽ ഇന്നലെ കൃത്യമായിട്ട് കാബയുടെ കിസ്വയുടെ മാറ്റം നടന്നിട്ടുള്ള ദിവസമാണ്. 11 മാസത്തിന് ശേഷം എല്ലാ വർഷത്തിലുമാണ് ഇപ്പോൾ നടക്കുന്നത്. മുമ്പ് ഷാബാനിലും അതുപോലെ തന്നെ മുഹറത്തിലും നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ മുഹറത്തിനോട് മാത്രം ചേർത്തിട്ടാണുള്ളത്. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മുഹറത്തിനാണുള്ളത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടം അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലം മുതൽ പരിശുദ്ധമായ കാബയെ ഇങ്ങനെ കിസ്വ ഖില്ല ഇത് രണ്ടും ഒന്നാണ്. അതിനെ പുതപ്പിക്കുന്ന പണിയുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടില്ല, പകുതിയെങ്കിലും. പക്ഷെ പിന്നീട് ബഹുമാനപ്പെട്ടതാകുന്ന മഹത്തുക്കളാകുന്ന മുൻഗാമികളുടെ കാലഘട്ടത്തിൽ ഇത് തുടങ്ങി വെച്ചു. ആദ്യമായി തുടങ്ങിയത് ജുർഹൂം ഗോത്രക്കാരിലെ അന്നത്തെ തുബ്ബഅ് രാജാവ് ഹിംയർ എന്ന് പറയുന്ന തുബ്ബഅിൻ്റെ ഭരണാധികാരി. അദ്ദേഹമാണ് ആദ്യമായിട്ട് പരിശുദ്ധമായ കാബയെ പൂർണ്ണമായി മൂടുന്ന കിസ്വ ആദ്യമായി കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. എന്ന് പറഞ്ഞാൽ കാബയെ പൂർണ്ണമായിട്ട് തുണി കൊണ്ട് മൂടുക. ആ തുണിക്കാണ് കിസ്വ എന്ന് പറയുന്നത്. അതിന് തന്നെയാണ് കില്ല എന്ന് പറയുന്നത്. പലരും പറയുമല്ലോ കില്ല പിടിച്ച് ദ്വാരക്കണമെന്ന് പറയും. കാബയുടെ കില്ല എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. അത് പിൽക്കാലത്ത് ഒരുപാട് മഹത്തുക്കൾ അത് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ മനോഹരമാകുന്ന യമനിൽ നിന്ന് പണിതതാകുന്ന തുണി കൊണ്ടുവന്ന് പരിശുദ്ധമായ കാബയെ പുതപ്പിച്ചിട്ടുണ്ട്. ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുതപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈജിപ്തിൽ നിന്ന് ഖിബ്തി തുണി കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ടവർ കാബയെ കൊണ്ടുവന്ന് മൂടിയിട്ടുണ്ട്. കാബയെ പരിപൂർണമായി മൂടിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം യമനിൽ നിന്ന് വീണ്ടും തുണി കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ യമനിൽ നിന്ന് തുണി കൊണ്ടുവന്ന് പരിശുദ്ധമായ കാബയെ മൂടി. ഉമർ റളിയല്ലാഹു അൻഹു ഇടക്കാലത്ത് എവിടുന്ന് കൊണ്ടുവന്നു? പരിശുദ്ധമാക്കപ്പെട്ട ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് കിസ്വയ്ക്ക് വേണ്ടി തുണി കൊണ്ടുവന്ന് മൂടിയിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചെയ്തതുപോലെ യമനിൽ നിന്ന് തുണി കൊണ്ടുവന്ന് കിസ്വ പരിശുദ്ധമായ കാബ മൂടിയിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പിന്നീട് വന്ന ഭരണാധികാരി അഥവാ അലി റളിയല്ലാഹുവിന് ശേഷം ഹസൻ റളിയല്ലാഹുവിന് കുറച്ചു കാലം ഭരിച്ചു. അലി റളിയല്ലാഹുവിൻ്റെ മകൻ. ശേഷമാണ് മുആവിയയുടെ ഭരണം വരുന്നത്. റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ആദ്യമായി പട്ടുകൊണ്ടുള്ളതാകുന്ന വിരി ആദ്യമായി വരുന്നത്. അങ്ങനെ ചില ഭരണാധികാരികൾ ശേഷം വർഷത്തിൽ 2ഉം 3ഉം പ്രാവശ്യമൊക്കെ പരിശുദ്ധമായ കാബയെ പട്ടുകൊണ്ട് മൂടാറുണ്ട്. പിന്നീട് സൗദി ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം നമുക്കറിയാമല്ലോ, സൗദി ഗവൺമെൻറ് നിലവിൽ വരുന്നത് തന്നെ സൗദിയുടെ ഭരണകൂട സ്ഥാപകൻ അബ്ദുൽ അസീസ് രാജാവാണ്. ഹിജറ വർഷം 1343 മക്ക പിടിച്ചെടുത്ത് അങ്ങനെ ഈജിപ്തിൻ്റെ കിസ്വ അയക്കുന്നതൊക്കെ നിർത്തി. ഈജിപ്തിൽ നിന്നായിരുന്നു അതുവരെ കിസ്വ വന്നത്. അതൊക്കെ നിർത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹറമിൻ്റെ അടുത്ത് തന്നെ ഒരു വീട് എടുത്തിട്ട് കില്ലയുടെ കിസ്വയുടെ നിർമ്മാണം തുടങ്ങി. അതെപ്പോഴാണ്? ഹിജറ 1343 അത്രയും കാലം. ഇപ്പം നമ്മളുള്ളത് 1447 നിന്ന് 48 നമ്മൾ വന്നു. മുഹറം പ്രവേശിച്ചു. അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോൾ മനസ്സിലായിക്കോണം, ഒരു 100 കൊല്ലം മുമ്പേ ഉള്ളെന്ന് അർത്ഥം. ഒരുപാട് കൊല്ലം മുമ്പൊന്നുമല്ല. അപ്പോൾ അത് കിസ്വ കൊണ്ടുവന്ന് അദ്ദേഹം ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാബയുടെ ഹറമിൻ്റെ അടുത്ത് തന്നെ ഒരു വീടെടുത്തിട്ട് അവിടെ എന്ത് ചെയ്ത് നിർമ്മാണം തുടങ്ങി. 1346 മുതൽക്കാണ് അങ്ങനെ കില്ലയുടെ നിർമ്മാണം അവിടെ ആരംഭിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ അത്യാധുനിക സൗകര്യത്തോടു കൂടി തന്നെ ഇവിടെ പരിശുദ്ധമാക്കപ്പെട്ട കാബയുടെ കിസ്വ നിർമ്മിക്കാൻ ഒരു ഫാക്ടറി തന്നെയുണ്ട്. വർഷത്തിലാണിത് മാറുക. അതിങ്ങനെ നെയ്തെടുക്കാൻ വേണ്ടി പട്ടുനൂല് കൊണ്ടാണത് നെയ്യുക. അതിലേക്കുള്ള സ്വർണത്തിൻ്റെതാകുന്ന ചേരുവകളുണ്ട്. ഖുർആൻ്റെ ആയത്തുകളൊക്കെ നല്ല ലിപികൾ കൊണ്ട് എഴുതുന്നുണ്ട്. ആ ആയത്തുകളൊക്കെ എഴുതാൻ വേണ്ടി സ്വർണ്ണമാണ് ചേർക്കുന്നത്. സ്വർണം ഏകദേശം 280 കിലോയോളം സ്വർണ്ണമാണ്. 280 കിലോ. മനസ്സിലാകുന്നുണ്ടാവും. ഒന്നും രണ്ടുമല്ല. ഇപ്പോൾ അവിടെ വലിയ ഫാക്ടറി തന്നെ ഇതിനു വേണ്ടി തന്നെ ഉണ്ട്. ഒരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയിൽ നിന്ന് ആകെ നിർമ്മിക്കുന്നത് വർഷത്തിൽ ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അത് പരിശുദ്ധമായ കിസ്വയാണ്. എന്ന് പറഞ്ഞാൽ കിസ്വ അതിങ്ങനെ നെയ്ത എടുക്കുന്നത്, മെഷീൻ വർക്കല്ല, കൈ കൊണ്ട് നെയ്ത എടുക്കുക. പരിശുദ്ധമായ കാബയിലെ പഴയത് മാറ്റി പുതിയത് പുതപ്പിക്കുക, ആ കാബയ്ക്ക് ഉൾഭാഗമൊക്കെ കഴുകി ശുദ്ധീകരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ പരിപാടികളും സംഭവങ്ങളും ഒക്കെയാണ് അൽഹംദുലില്ലാ ഇപ്പോഴുള്ളത്. അൽഹംദുലില്ലാ അത് നേരിട്ട് കാണാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നലെ നൽകി. നമുക്കൊക്കെ അത് കാണാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ.